നമസ്കാരം. നമഃശിവായ. ഞാൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല എന്ന് പറയാൻ മാത്രം കഴിയുന്ന ഒരു ജന്മം മനുഷ്യനല്ലാതെ വേറെ ആരുണ്ട്? അവൻ്റെ അതിനുള്ള കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലം അവൻ അനുഭവിച്ച് തുടങ്ങി എന്നതിനുപരി അഘോരമായ അനുഭവത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി നിന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. അവൻ ഇറങ്ങി നിൽക്കുന്ന സ്ഥലം എന്തെന്ന് അവനറിയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ കണ, അതിൻ്റെ നിറവ് എല്ലാ രീതിയിലും ഒറ്റപ്പെട്ടു നിൽക്കാൻ, തൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്താൻ, ശ്രേഷ്ഠമായ ജീവിതത്തിന് ആഗ്രഹിച്ച് അവൻ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ എന്ന് പറയുന്നതായിരിക്കും ശരി. തലമുറയ്ക്ക് വിഷം കൊടുത്ത് തൻ്റെ ലാഭം കൊയ്യാൻ ശ്രമിക്കുമ്പോഴും നേട്ടമെന്ന് കരുതുന്ന ഇത്രയും ദുരന്തവും ദുരിതവുമായ ജന്മം മനുഷ്യനല്ലാതെ വേറെ ആരുണ്ട്? അവനറിയാതെ പോകുന്നു ഈ കാലത്തിൻ്റെ നാഥൻ ഒരുക്കി വച്ചിരിക്കുന്ന മരണത്തിൻ്റെ കുരുക്ക്. അഗ്നിയുടെ പ്രളയം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ പകുതി ഘട്ടം കടന്നു കഴിഞ്ഞു. അടുത്തത് വടക്ക് കത്തി നശിക്കുമ്പോൾ തെക്ക് കടലിലേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നു. മഹാപ്രളയമായി, ചതുപ്പ് നിലങ്ങളായി, മരണക്കിണറിലേക്ക് ഒന്നിച്ച് വലിച്ച് മണ്ണ് കടൽ ജലം കയറി വന്ന് കീഴ്പ്പെടുത്താൻ പോകുന്നു. ഇനിയൊരു ഭാഗം കാറ്റിൻ്റെ സമ്മർദ്ദം, പ്രഷർ. വായുമുഖം വല്ലാതെ കൊടും കാറ്റായി അതിൻ്റെ രീതിയിലൊരു പ്രളയം. എന്നാൽ ജലം കൊണ്ട് നിറഞ്ഞ്, ജലമാണോ മണലാണോ എന്ന് പോലും അറിയാതെ മരണത്തിലേക്ക് വായ്ക്കിരയിട്ടവന് മണ്ണുകൊണ്ടൊരു വായ്ത്താര. ഒരു ഭാഗം മഹാഗർത്തം. നല്ല കാഴ്ചകളാണ് കാണുന്നത്. സമയം കുറഞ്ഞു, വളരെ വളരെ സമയം കുറഞ്ഞു. ഇനി ചിന്തിക്കുന്നതേ ഒന്നേയുള്ളൂ: നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങളുടെ സഹജീവികളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് യോഗമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി എത്ര നേരമെന്നറിയാത്ത നിങ്ങൾ തിരിഞ്ഞ് ചിന്തിച്ചു തുടങ്ങിക്കോളൂ. സമയം കുറവായി. മഹാപ്രളയം ഒരുങ്ങി വന്ന് നിൽക്കുന്നു മുന്നിൽ. പേമാരിയായും പ്രളയമായും വന്നു നിൽക്കുന്നു. അടുത്തത് സമയത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ലാഭം അടുത്ത് നിൽക്കുന്നവനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ്, അടുത്ത നിമിഷത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ലാഭം. നിങ്ങൾ മനുഷ്യനെന്ന് അഹങ്കരിച്ച് കൂട്ടിവച്ചിരിക്കുന്ന സുഖവും അതിൻ്റെ ലാഭവും കണക്കാക്കി ജീവിക്കാൻ സമയമില്ല. സൂക്ഷിക്കുക. വളരെ കുറച്ച് സമയം, വളരെ കുറച്ച് സമയം. ഭൂമി, കാലം അവരുടെ കരവിരുതുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചറിവുള്ള മനുഷ്യനുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തിരിഞ്ഞു മാറി നടന്ന് തനിപ്പെട്ട ദേശങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും മാറുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം കൂടി ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർ ഒരുമിച്ച് ജീവിച്ചു പോകട്ടെ. ധർമ്മവും സത്യവും മരിക്കാതിരിക്കാൻ കാലം തന്നെ തീരുമാനിക്കട്ടെ.
ഈ മരണക്കിണറിൽ നിന്ന് സത്യത്തിൻ്റെ മാർഗം സ്വീകരിച്ചവർക്ക് സന്മാർഗ ദർശനത്തോടുകൂടി മാറി നിൽക്കാൻ കഴിയട്ടെ. പുതിയ കാലഘട്ടത്തിലേക്ക് മാറുന്നു. മഹാപ്രളയത്തിൻ്റെ വരവ്. മഹായോഗത്തെ തിരിച്ചറിയാതെ അഹങ്കരിക്കുന്നവൻ, മനുഷ്യനെന്ന മഹിമ മറന്നവൻ, എല്ലാം മടങ്ങാൻ നേരമായി എന്നു കാലം പറഞ്ഞു തുടങ്ങി. അതിൻ്റെ ആരംഭം നേരത്തെ തുടങ്ങിയിരിക്കുന്നു. അറിയാതെയും അറിഞ്ഞവൻ മൂടി മറച്ചു വെച്ചും സത്യത്തെയും ബന്ധത്തെയും നന്മയെയും എല്ലാം മറച്ചു വെച്ചും മാറി. മായയെ സ്നേഹിച്ചവൻ അറിയുന്നില്ല താൻ മൊത്തമായി ഒരു നിമിഷം കാണാതെ പോകാൻ പോകുന്നു എന്ന്. ആ കാലത്തിനും ആ മഹാപ്രളയത്തിനും ആ പേമാരിക്കും മഹാപ്രളയങ്ങളെല്ലാം കടന്ന് വേറൊരു ഭാഗത്തിലൂടെ വായുമുഖത്തിലൂടെ വരുന്ന കൊടും കാറ്റിനും കേൾക്കാനും കേൾപ്പിക്കാനും കഴിഞ്ഞ ജന്മത്തിനും സുഹൃതം. തിരിച്ചറിവുള്ളവനും തിരിഞ്ഞു നോക്കി നടക്കാൻ കഴിഞ്ഞവനും എത്ര പേർ ബാക്കിയെന്ന് ഉണ്ടാവുമെന്നും അറിയുന്നില്ല. ഉണ്ടെങ്കിൽ കാണാം. എല്ലാം നല്ലതായി ഭവിക്കട്ടെ. ശംഭോ ശങ്കര. ശിവോഹം നമഃശിവായ. കാലത്തെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവൻ അറിയാതിരിക്കുമോ എന്നറിയില്ല. പക്ഷേ ആ കാലത്തിൻ്റെ കാലടിയിൽ കിടന്നമർന്നു പോകാൻ നേരമായി എന്നത് മറന്നു പോകുന്ന മനുഷ്യനെ, സ്വാർത്ഥതയുടെ മുഖമേ, നീ അറിയുന്നില്ല നിൻ്റെ മരണമണി മുഴങ്ങി. വായുവിൻ്റെ സമ്മർദ്ദവും ജലത്തിൻ്റെ പ്രളയവും നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നേരമായെന്ന്. കാലത്തെയല്ല, കാലം നിന്നെ തോൽപ്പിക്കുന്നത് കാണാൻ നീ ഉണ്ടാവുമോ എന്നറിയാതെ. നന്മയുടെ പ്രളയം ആരംഭിച്ചു, തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം നല്ലതായി ഭവിക്കട്ടെ. ശുദ്ധികലശം ആരംഭിച്ചു കഴിഞ്ഞു. ശിവോഹം.